നമസ്കാരം. കാസ ഉണ്ടായത് ആ കൈവെട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്നാണ് കാസ ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ ഇപ്പോഴത്തെ സംവിധാനം പോരാ, ഇപ്പോഴത്തെ KCBC എന്നിത്യാദി കാര്യങ്ങൾ പോരാ, ഇപ്പോഴുള്ള ക്രിസ്ത്യാനികൾക്ക് വീര്യം പോരാ, ഇപ്പോഴുള്ള പള്ളിക്കാർക്കും പട്ടക്കാർക്കും വീര്യം പോരാ, ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ശൂന്യമുളകിൻ്റെ വീര്യമുള്ള ഒരു സഭയുണ്ടാക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് കാസ. അവിടെയും ഇവിടെ അല്ലാതെ നിൽക്കുകയാണ്, ആരും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ കത്തോലിക്ക സഭ പറഞ്ഞിരിക്കുകയാണ്, സഭയ്ക്കുള്ളിൽ തീവ്രവാദമായിട്ടുള്ള നിലപാടുകൾ പടർത്താൻ അനുവദിക്കില്ല. അവർ വാണിംഗ് കൊടുത്തിരിക്കുക, മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് കാസയ്ക്ക്. ഹിന്ദുക്കൾക്ക് ഉള്ളിൽ, ഹിന്ദുമതം പിന്തുടരുന്ന ആളുകളുടെ ഉള്ളിൽ അവർക്ക് വീര്യം പോരാ, അവർ ഉറങ്ങിക്കിടക്കുകയാണ്, കുളഞ്ഞു കിടക്കുകയാണ്, അതിനെ പിടിച്ച് ഉദ്ധരിപ്പിക്കണം വീണ്ടും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് വാസ്തവത്തിൽ RSS. അത് തത്തുല്യമായിട്ടുള്ള ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് കാസ ആരംഭിച്ചത്, ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ. തൊടുപുഴയിലുണ്ടായ ഒരു സംഭവം, മൂവാറ്റുപുഴയിലെ തൊടുപുഴയിലുണ്ടായ സംഭവം, ജോസഫ് മാഷ്ട കൈ വെട്ടിയ സംഭവം, ആ സംഭവത്തെ തുടർന്ന് മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ട് ക്രിസ്ത്യാനികളെ ഉദ്ധരിപ്പിക്കാൻ, കുഴഞ്ഞു കിടക്കുകയാണ്, അവരെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് കാസ. അവരെ മേലോട്ട് കൊണ്ടുവരാൻ, അവർക്ക് വീര്യമുണ്ടാക്കാൻ, ശശികല ടീച്ചറൊക്കെ പറഞ്ഞ പോലെ അവരെ ഉണർത്താൻ പള്ളിക്കാർക്കും പട്ടക്കാർക്കും കഴിയില്ല. അവർ പലപ്പോഴും മണവണാഞ്ചന്മാരെ പോലെ എന്തൊക്കെയോ പറയുന്നു. അതുകൊണ്ടൊന്നും ക്രിസ്ത്യാനികൾ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ കൈ പോയി, ഇനി എത്ര ക്രിസ്ത്യാനിയുടെ കൈ പോകുമെന്ന് അറിയില്ല. ആയതുകൊണ്ട് തന്നെ RSSന്റെ പോലെ ആയുധമെടുത്ത് എന്ന രീതിയിൽ ആണ് കാസയുടെ ആരംഭം കുറിക്കുന്നത്. ഏതായാലും ക്രിസ്ത്യൻ മതത്തെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള അടക്കവും ഒതുക്കവും കൃത്യതയുള്ള സംസ്ഥാപനങ്ങളും അവർക്കുണ്ട്. അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റില്ല. ഒരു സുപ്രഭാതത്തിലുള്ള കൂട്ടം ആൾക്കാർ ഒരു വീടിനകത്തോ അല്ലെങ്കിൽ ഹാളിനകത്തോ കയറിയിരുന്ന് എന്തെങ്കിലും ജൽപ്പനങ്ങൾ മുഴക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ക്രിസ്ത്യാനികൾക്ക് കഴിയില്ല. കാരണം അവരുടെ കെട്ടുപാടുകൾ അങ്ങനെയാണ്. ക്രിസ്തുവിൽ വിശ്വാസമില്ലെങ്കിലും, പള്ളിയിൽ വിശ്വാസമില്ലെങ്കിലും, മാർപ്പാപ്പയിൽ വിശ്വാസമില്ലെങ്കിലും സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അവർക്ക് ക്രിസ്ത്യാനിറ്റിയെ, പള്ളിയെ, പട്ടക്കാരെ അവരെ പിൻപറ്റിയേ പറ്റൂ. RSS മറയാക്കി നടക്കുന്നത് ഹിന്ദുക്കളെയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള അവരുടെ പേരിനോടൊപ്പം തന്നെ ഇപ്പോൾ ഹിന്ദുത്വ മതം അത് കൂട്ടിച്ചേർത്തുണ്ട്. അവർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പരിവാരങ്ങൾ അവരെവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ, അവരെന്തെങ്കിലും പ്രവൃത്തി നടത്തുമ്പോൾ, അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ കടന്നു വരുന്ന ഏറ്റവും വലിയ വാക്കാണ് ഹിന്ദുമതം. അൾട്ടിമേറ്റ്ലി ഹിന്ദുമതത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഹിന്ദുമതത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതി ഞങ്ങളിലൂടെ മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഹിന്ദുമതത്തിൻ്റെ അവസ്ഥ എന്താ? പുറകെ കിടക്കുകയാണ്, വീണ് കിടക്കുകയാണ്. ഇനി അതിനെ പതുക്കെ തട്ടി ഉണർത്തണം. അതിന് ഞങ്ങൾക്ക് കഴിയൂ എന്നുള്ളൊരു ബോധം ഹിന്ദു സമൂഹത്തിൽ വരുത്തി വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വലിയ രൂപത്തിൽ ഈ ശശികല ടീച്ചറൊക്കെയും
വയനാക്കെടുത്ത് അവർ പറയുന്നത് ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം. എന്താ ഹിന്ദു? അതിൻ്റെ അർത്ഥം ഹിന്ദു ഉറങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ വല്ലതൊന്നും ചവിട്ടിക്കൂട്ടും. അതിൻ്റെ ഹിന്ദു ഉണരണം. അതേ തത്വം അതാണ് ഇപ്പോൾ കാസയും അവരുടെ അടിസ്ഥാനമാക്കിയെടുത്തത്. അവർ ക്രിസ്ത്യൻ മതത്തിനകത്ത് എല്ലാവരോടും പറയുന്നത് സൂക്ഷിക്കുക. നിങ്ങളുടെ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകാൻ മുസ്ലിം ആൺകുട്ടികൾ ചുറ്റും ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ കഴുകൻ നിൽക്കണ പോലെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. പരുന്ത് സൂക്ഷിക്കുക. പ്രാപ്പിടിയൻ അല്ല, അതായത് കോഴിപ്പിടിയനോ എന്തൊക്കെയാ പറയില്ലേ. ഇതാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭിന്ന ചിന്താഗതിയുള്ള രണ്ട് കൂട്ടം ആൾക്കാർ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, അവർ തമ്മിൽ അടുപ്പിക്കുക. അവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടുപ്പം ഇല്ലാതാക്കി, അടുപ്പം ഉണ്ടാകുകയാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകൾ ഇറക്കുക. ഇതൊക്കെയാണ് കാസ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് സംഘപരിവാറും സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന് ഉത്തരേന്ത്യയിൽ അവിടെ അവർ വിതറുന്ന വിത്ത്, വെറുപ്പിൻ്റെ വിത്ത് അവരെ മുളച്ച് പൊന്തിയിട്ടുണ്ട്, പടരുന്നുണ്ട്. പക്ഷേ കേരളം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലമാണ്, അവിടെ വിത്തിട്ടിട്ട് കാര്യമില്ല, അത് ചീഞ്ഞു പോവുകയുള്ളൂ. ഇത് തന്നെയാണ് കാസയ്ക്കും സംഭവിച്ചത്. വ്യവസ്ഥാപിതമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയോടൊപ്പം നിന്നുകൊണ്ട് വളരാനാണ് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും വളരാനാണ് ക്രിസ്ത്യൻ മതം ശ്രമിക്കുന്നത്. രാജനീതിപരമായിട്ടേക്കും വളരാനാണ് അവർ ശ്രമിക്കുന്നത്. അതല്ലാതെ തീവ്രവാദ നിലപാടുകളെടുത്ത് ക്രിസ്ത്യൻ മതത്തെയും യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും മറയാക്കിയിട്ട് തീവ്രവാദ ആശയങ്ങളെ പടർത്താൻ ഏതായാലും സഭ ഇന്ത്യയിൽ ശ്രമിക്കുന്നില്ല. ഏതായാലും KCBC അടക്കമുള്ള സഭകൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ മറികടന്നുകൊണ്ട്, പള്ളിക്കാരും പട്ടക്കാരും അൽമായന്മാരും അങ്ങനെയുള്ളൊരു സംവിധാനത്തെ മറികടന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ വേരുകൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നിട്ട് ഇതര മതങ്ങളെ തള്ളി പറയാൻ ശ്രമിക്കരുത്. മറ്റുള്ള പ്രസ്ഥാനങ്ങളെ തിരുത്താൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിലോ ഞങ്ങൾ നിങ്ങളെ തള്ളി പറയും. നിങ്ങൾ ഞങ്ങളിൽപ്പെട്ടവരല്ലെന്ന് പറയുക തന്നെ ചെയ്യും. അത് ഈ സഭയുടെ ധർമ്മമാണ്. പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്ത്യൻ സമൂഹം, ഹിന്ദു സമൂഹമാകട്ടെ, ക്രിസ്ത്യൻ സമൂഹമാകട്ടെ, ഏത് സമൂഹമാണെങ്കിലും വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ഭരണരീതി, ഭരണകൂടം എവിടെയുണ്ട്, അതിൻ്റെ കൽപ്പനകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ള സ്വാതന്ത്ര്യമേ ആർക്കും ഇവിടെ അനുവാദം. ഒരു വ്യക്തിയാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും മതമാണെങ്കിലും എന്താണെങ്കിലും ഭരണഘടനയുടെ സംവിധാനം അതൊരു വട്ടമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കളികളെ പറ്റുള്ളൂ. എല്ലാവരെയും കഴുത്തിൽ ചെറിയ കെട്ടിട്ടെന്നർത്ഥം. ഭരണഘടന എന്ന് പറഞ്ഞാൽ ചരടിൻ്റെ കെട്ട്. അതിൻ്റെ നീളത്തിനനുസരിച്ച് കിടന്ന് ആടിനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ കെട്ടുന്ന വട്ടത്തിൽ കിടന്ന് ചുറ്റിക്കറക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അംഗീകരിക്കേണ്ടത് പൊതുസമൂഹത്തിലുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അത് സഭ വ്യക്തമാക്കി. സഭയ്ക്കകത്ത് തന്നെ അനാവശ്യമായിട്ടുള്ള തീവ്രവാദ നിലപാട് ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും, സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇത്തരം തീവ്രവാദ നിലപാടുകൾ പുലർത്തിക്കഴിഞ്ഞാൽ അതൊരിക്കൽ പോലും സഭയുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഗുണകരമായിട്ട് ഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവർ കാസ പോലുള്ള സംഘടനകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. തൻ്റെ സമൂഹത്തോടും തൻ്റെ വിശ്വാസങ്ങളോടും നിലപാടുകളോടും മമത പ്രകടിപ്പിക്കണം. അതങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ അത് മറ്റുള്ള സമുദായത്തെ വായ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി പഠിക്കണില്ല, ഇപ്പുറത്തെ വീട്ടിലെ കുട്ടി പഠിക്കണില്ല, കാരണം ഇവൻ പഠിക്കില്ല, നീ പഠിക്ക്. സ്വന്തം സമുദായത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മറ്റുള്ള മതങ്ങളെ കുത്തിപ്പറഞ്ഞുകൊണ്ടല്ല, മറ്റുള്ള സമൂഹത്തിൻ്റെ ഗതിവിധികളെ തള്ളി പറഞ്ഞുകൊണ്ടല്ല, അനാദരിച്ചുകൊണ്ടാകരുത് അങ്ങനെ ചെയ്യുന്നത്. സഭയ്ക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. ഞങ്ങളായിട്ട് വളരണം.
സഭയെ സാമ്പത്തികമായിട്ട് വളരണം, സാമുദായികമായിട്ട് വളരണം, സാമൂഹ്യപരമായിട്ട് വളരണം, സാംസ്കാരികമായിട്ട് വളരണം. അതിനു വേണ്ടുന്ന കാര്യക്രമാദികൾ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കൽ പോലും സമൂഹത്തിൻ്റെ മുഖ്യധാര അനുശാസിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് അതൊരിക്കൽ പോലും സഭ അങ്ങനെ ചെയ്തിട്ടില്ല. അത് സഭയുടെ ഉറച്ച നിലപാടാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ധാരണകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താൻ, പ്രചരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ തുറന്നു കാണിക്കും. അവർ സഭയ്ക്ക് പുറത്താണെന്ന് 1000 വട്ടം ഞങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യും. ഇത് യേശുക്രിസ്തുവിൻ്റെ പത്രോസിൻ്റെ മേൽ പണിതുയർത്തിയ എന്ന പാറമേൽ പണിതുയർത്തിയെന്ന് പറയാറുണ്ട്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള യേശുക്രിസ്തുവിനെ അറിയുള്ളൂ. യേശുക്രിസ്തു സഹിഷ്ണുതയുടെ തന്നെ കുത്തി നോവിക്കുന്ന, കുരിശന്മേൽ കിടക്കുമ്പോൾ കുത്തി നോവിക്കുന്ന ആളുകളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ് അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അവരോട് പൊറുക്കാനാ പറഞ്ഞത്. അതിൻ്റെ മതമാണിത്. എല്ലാം അതുപോലെ എല്ലാവർക്കും യേശുക്രിസ്തു ആവാൻ പറ്റില്ല. എങ്കിൽ പോലും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ അതിന് കാസക്കാരെ ഞങ്ങൾ അനുവദിക്കില്ല എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതായാലും ഒരു കേരളത്തിൽ ഇത്തരം ആളുകൾ, കാസക പോലെയുള്ള ആളുകൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അതുപോലെ സംഘപരിവാറുകാർ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് പലപ്പോഴും ഏതൊരു താല്പര്യം സംരക്ഷിക്കാനാണോ അവരത് ചെയ്യുന്നത്, ആ താല്പര്യത്തിന് പ്രതിയുള്ള കാര്യങ്ങളെ ഹനിക്കുന്നതായിട്ടാണ് വരുന്നത്. പലരും പറയുന്നൊരു കാര്യമുണ്ട്. ജോസഫ് മാഷിനെ കൈവെട്ടി മാറ്റിയ സമയത്ത് അന്ന് സഭ കൃത്യമായിട്ട് ഇടപെട്ടില്ല. അന്നൊരു തരം നിസ്സംഗത പാലിച്ചു. മാത്രമല്ല, അതിൽ പ്രതിയായിട്ട് ചേർത്തത് രാഷ്ട്രമല്ല, അല്ലെങ്കിൽ നമ്മളുടെ രാജ്യമല്ല, രാജ്യത്തിന് നീതി നിയമമല്ല. ക്രിസ്ത്യൻ സഭ, പള്ളിക്കാരും പട്ടക്കാരും പ്രതിയായിട്ട് ചേർത്തത് ജോസഫ് മാഷയാണ്. കൈ പോയി എന്നുള്ള ദുരിതത്തിനപ്പുറം ജോലി പോയി എന്നുള്ള ദുരിതം, ഭാര്യ നഷ്ടപ്പെട്ടെന്നുള്ള ദുരിതം, കൂലിപ്പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേട്, സമൂഹത്തിൽ മറ്റുള്ളവർ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അങ്ങനെ എത്തിച്ചതിൻ്റെ പേരിലാണ് ഇത്തരം സഭകൾ, ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് സഭയുടെ നിലപാടിനെ കുറ്റപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സഭ ഒരർത്ഥത്തിൽ ബുദ്ധിയാണ് കാണിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും അതിനെ ആനവൽക്കരിക്കാൻ, അതിനെ ദശഗുണീ ഭാവത്തിൽ കാണാൻ, പർവ്വതവൽക്കരിക്കാൻ ആൾക്കാരുണ്ട്. ഭരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പം അവിടെ അവരുടെ ഭരണം നിലനിൽക്കുന്നിടത്തോളം കാലം പലപ്പോഴും പല സത്യങ്ങളെയും നേരിട്ട് നോക്കിക്കാണാൻ പറ്റാത്ത സാഹചര്യം വരും. പല സത്യങ്ങളെയും വിളിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യം വരും. അത് സഭയുടെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ്. ജോസഫ് മാഷിൻ്റെ കാര്യത്തിൽ സഭ ഒരു തീരുമാനമെടുത്ത്, ഇങ്ങനൊരു തീരുമാനമെടുത്തത് ജോസഫ് മാഷ്ക്കുണ്ടായ അപകടം അത് പറ്റിച്ചവർക്കെതിരെ വലിയ ശരങ്ങൾ വിടുക, വാക്ശരങ്ങൾ വിടുക, പ്രവൃത്തി ശരങ്ങൾ വിടുക, പ്രശ്നത്തെ കൂടുതൽ പർവ്വതവൽക്കരിക്കുക, അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ കാരണം ഈ സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടാണെന്നാണ് പള്ളിക്കാരും പട്ടക്കാരും പറയുന്നത്. ഇവിടെ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മളൊന്നൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ അടുത്ത ദിവസം, ഈ കഴിഞ്ഞ ദിവസം അവർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ക്രിസ്ത്യൻ സഭകൾ അവരൊരു അപ്പീൽ ചെയ്തിട്ടുണ്ട്, ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ, 11 മാസത്തിനുള്ളിൽ 720 ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. ക്രിസ്ത്യൻ സഭയ്ക്കെതിരെയും
ക്രിസ്ത്യൻ സഭയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെയുമായിട്ട് 720 ആക്രമണങ്ങളാണ് ചെറുതും വലുതുമായിട്ട് നടന്നിട്ടുള്ളത് രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്രകാരം വർദ്ധിച്ചു വരുന്ന വലിയ ആക്രമണങ്ങൾ, അതിനെതിരെയായിട്ടാണ് ക്രിസ്ത്യൻ സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്, പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും കൊടുത്തിട്ടുള്ളത്. സംഭവത്തിൽ രാഷ്ട്രപതിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. 400-ലധികം ക്രിസ്ത്യൻ സമുദായ നേതാക്കൾ, അതുപോലെ 30ഓളം സഭകളും ഈ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് കേരളത്തിലും ഇതിന് മുള കൂട്ടിയിട്ടുണ്ട്. ഇത്തവണ 2, 3, 4 സ്ഥലത്തെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. വരാൻ പോകുന്ന ക്രിസ്മസിന് എത്ര സ്ഥലത്തുണ്ടാവും എന്നറിയില്ല. ഇതുവരെ നമ്മൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നതാണ് കേട്ടത്, ഇപ്പം അത് കേരളത്തിൽ നടക്കാൻ തുടങ്ങി. ആയതുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എതിരെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നടപടി, ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയിട്ടത് പ്രസിഡന്റും സെക്രട്ടറിയും കൊടുത്തിട്ടുള്ളത്. കാസക്കാരുടെ ന്യായീകരണം എന്താണ്? ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ രീതിയിൽ അതിനെ ഒഫൻഡ് ചെയ്യണം, ഡിഫെൻഡ് ചെയ്താൽ പോലെ ഒഫൻഡ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് അംഗീകരിക്കാൻ കുറേ ചെറുപ്പക്കാരില്ല എന്നല്ല, പക്ഷേ പള്ളിക്കാരും പട്ടക്കാരും പറയുന്ന മറ്റൊന്നാണ്. ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദുത്വവാദികളാണ്. അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ ഒരു കൂട്ടം ക്രിസ്ത്യാനികളാണെന്ന്. അതിൽ ഉപോത്ബലകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി എല്ലാത്തിനും പിടിച്ച് കൂട്ടിലടയ്ക്കാൻ. അത്രയേ ഉള്ളൂ ക്രിസ്ത്യാനികൾ. ആയതുകൊണ്ട് തന്നെ സഹിഷ്ണുത വേണം എന്നാണ് അവർ പറയുന്നത്. കാസ പറയേണ്ടത് ഞങ്ങളെ കൊണ്ട് അത് പറ്റൂല, ഞങ്ങൾ തിരിച്ചടിക്കും എന്നായിരിക്കും KCBCയുടെയും പാർട്ടികളുടെയും നിലപാട്. എന്തായാലും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അതോറിറ്റി എന്ന് പറയാവുന്ന പള്ളിക്കാരും പട്ടക്കാരും ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്, കാസക്കാരുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ യാതൊരു ബന്ധവുമില്ല, അത്തരം തീവ്രവാദ നിലപാടുകളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, പ്രസ്താവനയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. നമസ്കാരം.